ഇപ്പോൾ സയൻറ്റിഫിക് സ്റ്റഡീസ് കാണിക്കുന്നത് കഴിഞ്ഞ ഒരു 20-30 ഇയേഴ്സായിട്ട് പുരുഷന്മാരുടെ ഹോർമോൺ, അതായത് മെയിൽ ഹോർമോൺ ടെസ്റ്റോസ്ട്രോൺ പറയുന്ന ഹോർമോൺ വളരെ വേഗം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു 20 വയസ്സ് 30 വയസ്സായ പുരുഷന്മാരെടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റോസ്ട്രോൺ 1950s 60s 80s 2000 എടുത്താൽ ഗ്രാഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്തായിരിക്കും കാരണം? സ്ട്രെസ് ആയിരിക്കും കാരണം. സ്ട്രെസ് ഒരു പ്രധാന കാരണമാണ്. ലൈഫ് സ്റ്റൈൽ വ്യായാമം ഇല്ലാത്തത് ഒരു പ്രധാന കാരണമാണ്. പിന്നെ ഉറക്കം ഓൾട്ടേർഡ് ആയത്. സ്ട്രെസ് കൂടാൻ എന്തായിരിക്കും കാരണം? ഇപ്പോൾ ജോലിയിൽ പ്രഷർ ആയിരിക്കാം, ഫൈനാൻഷ്യൽ പ്രഷർ ആയിരിക്കാം, സ്പൗസിന്റെ പ്രഷർ ആയിരിക്കാം, ദമ്പതിമാരുള്ള പ്രോബ്ലം ആവാം, ഇത് ഫൈനാൻഷ്യൽ ആവാം, ജോലി, ഇതല്ല. ഇതൊക്കെ പണ്ടുണ്ടായില്ലേ? വേറെ രീതിയിൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് കഴിഞ്ഞ 20 വർഷത്തിൽ ഡ്രാസ്റ്റിക് റിഡക്ഷൻ ഉണ്ടായി? 20 വർഷമാണ് ഈ ഗ്രാഫിൽ. കഴിഞ്ഞ 20-25 ഇയേഴ്സിൽ ഡ്രാസ്റ്റിക് റിഡക്ഷൻ. എന്താണ് ഈ 20 വർഷത്തിൽ നടന്നത്? മീഡിയ എക്സ്പ്ലോഷൻ, ഫോൺ അവൈലബിലിറ്റി, എപ്പോഴും ഇന്റർനെറ്റും മൊബൈൽ ഫോണും. അപ്പൊ മേ ബി അതൊരു പ്രധാന കാരണമായിരിക്കാം. സയന്റിഫിക് സ്റ്റഡീസ് കാണിക്കുന്നത് അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് എന്താണ് പ്രതിവിധികൾ? എന്തായിരിക്കാം പ്രതിവിധികൾ? പഴയ ലൈഫ് സ്റ്റൈലിലോട്ട് തിരിച്ചു വരാൻ നമ്മൾ ശ്രമിക്കണം. അത് പറ്റൂല, നമുക്ക് കാട്ടിപ്പോയി ജീവിക്കാൻ പറ്റൂല. പറ്റുമോ? ഇല്ല, ജീവിക്കണ്ടേ? ഇപ്പൊ ഭയങ്കര കോമ്പറ്റീഷൻ അല്ലേ, ജീവിക്കണം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും?